എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. പിന്നെ ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന പോർഷൻ അതെല്ലാം. അപ്പോൾ അത് പഠിക്കണം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയഗ്രാം ഉണ്ട് അതിനകത്തിൽ, അത് പഠിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് പഠിക്കണം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതിന്റെ കറക്റ്റ് ആ ഓർഡറിൽ പഠിക്കണം. ആദ്യം നമ്മൾക്ക് റേഡിയോ വേവ്, പിന്നെ മൈക്രോവേവ്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, ഗാമ റേസ്, എക്സ് റേസ്, ലാസ്റ്റിൽ ഗാമ റേസ്. ആ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അത് ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ്. പിന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ എല്ലാത്തിന്റെ യൂസസ് പഠിക്കണം. പിന്നെ ആ വേവ് ലെങ്തിന്റെ ഒക്കെ റേഞ്ച് പഠിക്കണം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്തിൽ പഠിക്കേണ്ടത് അല്ലെ. അപ്പം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Question A. It is possible to exert a pressure on an object by shining a beam of light from a small lamp filament. Why? അതായത് ഒരു ചെറിയ ഫിലമെന്റ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിൽ നിന്നും പുറത്ത് വരുന്ന ഒരു ലൈറ്റ് വെച്ചിട്ട് നമുക്കൊരു സർഫസിൽ ഒരു പ്രഷർ എക്സർട്ട് ചെയ്യാൻ പറ്റുമോന്ന്? പറ്റും. അതിനെയാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടോട്ട് അവർ ഒരു പ്രഷർ എക്സർട്ട് ചെയ്യുന്നു, അതാണ് റേഡിയേഷൻ പ്രഷർ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്യാൻ ക്യാരി ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്. അതുകൊണ്ട് അത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ സർഫസിലേക്ക് ഒരു പ്രഷർ എക്സർട്ട് ചെയ്യും, അതാണ് റേഡിയേഷൻ പ്രഷർ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് 2 ഇതാണ്. ലേസർ ക്യാൻ പ്രൊഡ്യൂസ് മച്ച് ഹയർ പ്രഷർ ദാൻ എ ബീം ഓഫ് ലൈറ്റ് ഫ്രം എ സ്മോൾ ലാമ്പ് ഫിലമെന്റ്. വൈ? അതായത് ലേസർ ലൈറ്റിന് കൂടുതൽ പ്രഷർ, റേഡിയേഷൻ പ്രഷർ എക്സർട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ഈ എന്താണ്, നമ്മുടെ ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പോയിന്റഡ് ആണ്, വളരെ പോയിന്റഡ് ആണ്. അപ്പൊ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ റേഡിയേഷൻ പ്രഷർ ഒരു സർഫസിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ ഈ ലേസറിന് എക്സർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. വളരെ നാരോ ആയിട്ടുള്ള ഒരു ബീമാണ്, ഹൈലി കൊളിമേറ്റഡ് ആണ് അല്ലെ. അതുകൊണ്ട് അപ്പോൾ അതിന്റെ സ്പ്രെഡിങ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ റേഡിയേഷൻ പ്രഷർ തന്നെ എക്സർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലേസർ ബീം ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. അങ്ങനെയുള്ള കട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ലേസറിന്റെ പ്രത്യേകത. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് വാസ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഹു മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടഡ് തിയറം by introducing the concept of displacement current. Question A. What do you mean by displacement current? അല്ലേ, അതായത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? അതായത് നമ്മളൊരു കപ്പാസിറ്റർ ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ എന്താണ്, ചാർജസിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലേ. അപ്പം ഇറ്റ് ഈസ് ദി കറണ്ട് ഡ്യൂ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ചാർജസ്. ചാർജസിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു കപ്പാസിറ്റർ ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെ, കപ്പാസിറ്ററിൽ ഒരു പ്ലേറ്റിൽ പോസിറ്റീവും മറ്റേ പ്ലേറ്റിൽ നെഗറ്റീവ്, ഇതിങ്ങനെ ചാർജസ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ എന്തുണ്ടാവും? ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും. ഈ ഫ്ലെക്സ് ചേഞ്ച് കാരണമാണ് എന്തുണ്ടാകുന്നത്? ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ, ദി SI യൂണിറ്റ് ഓഫ് എപ്സിലോൺ d phi e by dt. ഇതിന്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അതായത് എന്തിന്റെ ഇക്വേഷൻ ആണിത്? ഫ്ലെക്സ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID ഇതിന്റെ ഇക്വേഷൻ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ടേം ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കാണിക്കുന്നു. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ആംബിയർ ആണ് ഇതിന്റെ SI യൂണിറ്റ്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡറിംഗ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, നെയിം ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് A ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഫ്രാക്ചർ ഇൻ ബോൺസ്. അതായത് ബോൺസിന്റെ ഒക്കെ ഫ്രാക്ചർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? എക്സ്റേസ് ആണ്. ബി ഈസ് അബ്സോർബ്ഡ് ബൈ ഓസോൺ ലെയർ ഓഫ് അവർ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്ന ആരെയാണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ. ദെൻ സി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഏതാണ്? ഗാമ റേസ്. ദെൻ ഡി അറേഞ്ച് ദി എബോവ് 3 വേവ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതണം. അപ്പം വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും അല്ലെ. നമ്മൾ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇതിനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞതിനകത്തിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്.
അപ്പൊ ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ഉള്ള ആളെ ആദ്യം എഴുതും. അപ്പം ഇതിനകത്തില് ഗാമ റേസ് ആണ് ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ഉള്ളത്. പിന്നെ തൊട്ടടുത്തത് എക്സ് റേസ് അല്ലെ. പിന്നെ തൊട്ടടുത്തത് അൾട്രാവയലറ്റ് റേഡിയേഷൻ UV റേസ്. ഇതാണ് ഇതിന്റെ വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ. അടുത്തതായി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ്ഡ് ഫോർ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്. എനിക്ക് മുമ്പേ ചോദിച്ചതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇമേജിംഗ് ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. ബോൺസിനെ ഇമേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? എക്സ് റേസ്. പിന്നെ ബി, മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ. ഏതാണ് മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? റേഡിയോ വേവ്സ്. അപ്പം റേഡിയോ, TV, മൊബൈൽ, ഇതിനകത്തിലെല്ലാം റേഡിയോ വേവ്സ് ആണ്. പിന്നെ സി, റിമോട്ട് കൺട്രോൾ ഓഫ് TV സെറ്റ്. റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് ഇല്ലേ. അപ്പോൾ റിമോട്ടിന്റെ ഫ്രണ്ടിൽ ഒരു LED ഉണ്ട്, അത് കത്തുമ്പോൾ ഇൻഫ്രാറെഡ് റേസ് ആണ് പുറത്തു വരുന്നത്. ദെൻ ഫോർ സ്റ്റെറിലൈസിങ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ UV റേസ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കതൊന്ന് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഫസ്റ്റ് കോളത്തിൽ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ് റേസ് ഇത് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ഫ്രാക്ചർ ഓഫ് ബോൺസ്, ന്യൂക്ലിയർ റിയാക്ഷൻ, ക്ലൈസ്ട്രോൺ, ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്, ഓസോൺ ലെയർ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ മെലാനിൻ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, സെല്ലുലാർ ഫോൺസ്, റഡാർ, ഗ്രീൻ ഹൗസ് ഇഫക്ട്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ 3 കോളവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എഴുതുക. അപ്പം ആദ്യം മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്ന സ്പെഷ്യൽ വാക്വം ട്യൂബ്സ് ആണ്. പിന്നെ അത് ഉപയോഗിക്കുന്ന എന്തിലാണ്? റഡാറിലാണ്. മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്ന റഡാറിലാണ്. പിന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, രണ്ടാമത്തെ കോളം, അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്? ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്, ചൂടുള്ള വസ്തുക്കളാണ് ഇൻഫ്രാ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്തിനാണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ ഇൻഫ്രാ റേഡിയേഷൻസ് ആണ് അതിന് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണക്കാർ. പിന്നെ അടുത്തത് സി, അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് റേഡിയേഷനെ ആരാണ് അബ്സോർവ് ചെയ്യുന്നത്? ഓസോൺ ലെയർ ആണ് ഇല്ലേ. അത് അതായത് അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വന്നു വീണാൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അതിന് നേരെ മെലാനിൻ. പിന്നെ എക്സ് റേസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫ്രാക്ചർ ഓഫ് ബോൺസിന്റെ ഫ്രാക്ചർ കണ്ടുപിടിക്കാൻ ഇല്ലേ. അപ്പൊ അത് എക്സ് റേസ് എന്തിനു ഉപയോഗിക്കുന്നത്? അതുപോലെ അതിന് നേരെയുള്ളത് ക്യാൻസർ ട്രീറ്റ്മെന്റിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എക്സ് റേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അക്കോർഡിംഗ് ടു ദെയർ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. Identify the constituent radiation of electromagnetic spectrum. Which one is used for study crystal structure? Crystal structure ne kuറിച്ച് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആരാണ്? എക്സ്റേ ആണ്. രണ്ടാമത്തെ ഈസ് അബ്സോർബ്ഡ് ബൈ ഓസോൺ ലെയർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിലും പറഞ്ഞാണ് ആ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്ന ആരെയാണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ. ദെൻ പ്രൊഡ്യൂസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്ട്. ഏതാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ കാരണമാണ് ഗ്രീൻ ഹൗസ് ഇഫക്ട് ഉണ്ടാകുന്നത്. ദെൻ യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. എക്സ് റേസ് നമുക്ക് എഴുതാം അല്ലെ. വേണമെങ്കിൽ ഗാമ റേസും എഴുതാം കേട്ടോ, തെറ്റൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. പീരിയോഡിക് വേരിയേഷൻ ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ സ്പേസ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ക്വസ്റ്റ്യനെ ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ദാറ്റ് ഓഫ്. ഓപ്ഷൻസ് ഉണ്ട്. B.E, രണ്ടാമത്തെ ഓപ്ഷൻ B×E .E, 3 E×B, 4 E.B × B. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇതിനകത്തില് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കാണിക്കുന്ന ഏതാണ്? നമുക്കറിയാം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവില് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുകൊണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്? ഇതിന് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ വെക്ടർ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറിന്റെയും കൂടെ പ്രോഡക്റ്റ് അല്ലെ.
അതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ഫിംഗർ എയിൽ നിന്നും ബിയിലേക്ക് വെച്ച തമ്പാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഒരു രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആ രണ്ട് വെക്ടേഴ്സിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് ഇയും ബിയും ഉള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ആ പ്ലെയിനിലായിരിക്കത്തില്ലേ ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലായിരിക്കും ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇ ക്രോസ് ബി ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇ ക്രോസ് ബി ആണ് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ബി ചോദിച്ചിരിക്കുന്നത് an electromagnetic wave is entering from one medium to another, then the property which remains unaltered is wavelength, frequency, velocity, none of this. അല്ലെ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ മാറാത്തത് ആരാണ്? ഫ്രീക്വൻസി മാറത്തില്ല. ലൈറ്റ് ആണെങ്കിലും ആരുടെയും ഒരു മീഡിയത്തിൽ നിന്ന് അപ്പുറത്തെ മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ മാറാത്തത് ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ അല്ലെ. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. അടുത്തായിട്ട് നമുക്ക് 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. ദെൻ ക്വസ്റ്റ്യൻ എ: അറേഞ്ച് ദി ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസിയുടെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡറിൽ താഴെ വരുന്ന റേസിനെ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിസിബിൾ റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട് ഇല്ലേ. ഇതിനകത്തിൽ ഏറ്റവും വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സിന്റെ തൊട്ട് മുകളിലാണ് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡിന് തൊട്ട് മുകളിലാണ് വിസിബിൾ ലൈറ്റ് അല്ലെ. പിന്നെ വിസിബിൾ ലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരാളെ തന്നിരിക്കുന്നത് എക്സ്റേ ആണ്. അപ്പൊ എക്സ്റേ ലാസ്റ്റ്. എക്സ്റേ ഇതാണ് ഫ്രീക്വൻസിയുടെ അസെൻഡിങ് ഓർഡർ, ഇൻക്രീസിംഗ് ഓർഡർ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ബി ആണ്: ഗിവ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫ്രാറെഡ് ആൻഡ് എക്സ്റേ ഈച്ച് അല്ലെ. അതായത് ഏതെങ്കിലും അതായത് ഇൻഫ്രാറെഡിന്റെയോ എക്സ്റേയുടെയോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതുക. ഇൻഫ്രാറെഡിന്റെ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ്, യൂസ്ഡ് ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് അല്ലെ. അതൊക്കെ പറയാം. എക്സ്റേസിന്റെ ഏതാണോ ടു ഡിറ്റക്ട് ഫ്രാക്ചേർഡ് ബോൺ അല്ലെങ്കിൽ ഫ്രാക്ചർ ഇൻ ബോൺസ് ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അത് പറയാം അല്ലെ. അപ്പം ആ രണ്ട് യൂസർ അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഫോർ ദി സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എക്സ്റേസ് ഇല്ലേ. ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനൊക്കെ എക്സ്റേസ് യൂസ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു യൂസ് ഓരോന്നിന്റെയും എഴുതുക. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. An important result of Maxwell's theory is that accelerated charges radiate electromagnetic waves. Accelerated motion ഇരിക്കുന്ന ചാർജസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ക്വസ്റ്റ്യനെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. താഴെ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലാത്ത ആരാണ്? തന്നിരിക്കുന്നത് എക്സ്റേ, ഗാമ റേസ്, ബീറ്റ റേസ്, മൈക്രോവേവ്സ് അല്ലെ. ഇതിനകത്തിൽ ആരാണ്? ബീറ്റ റേസ് എന്ന് പറഞ്ഞാൽ ബീറ്റ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആണ് പുറത്തു വരുന്നത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് ബീറ്റ റേസ് എന്തല്ല? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളും ഇല്ല, ഒരു മീഡിയവും വേണ്ട അതിന് പോകാൻ. അങ്ങനെയുള്ളവരാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെ. അപ്പം ബീറ്റ റേസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലാതെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ പുറത്തു വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഈ ബീറ്റ റേസ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ബി ഇതാണ്. ക്വസ്റ്റ്യൻ ബി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻസർ ബീറ്റ റേസ്. ഇനി ക്വസ്റ്റ്യൻ ബി ഇതാണ്. An electromagnetic wave propagate through a medium or of permittivity E and permeability M. What is the speed of this wave through the medium? Also write the dimension formula of EM. അല്ലെ, അതായത് നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ പഠിച്ചാണ് ഒരു മീഡിയത്തിലൂടെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് V is equal to 1/√ε mu. ഇതാണ് ഇക്വേഷൻ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്, ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ്. മ്യൂ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ആണ്, മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ്. ഇതാണ് ഇക്വേഷൻ. പക്ഷേ ഈ ടേമുകൾ മാറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് പെർമിറ്റിവിറ്റി ഇ ആണ്. അപ്പം എപ്സിലോണിന് പകരം ഇ എന്ന് കൊടുക്കണം. അതുപോലെ പെർമിയബിലിറ്റി മ്യൂവിന് പകരം എം എന്നും കൊടുക്കണം. അപ്പൊ ഇക്വേഷൻ എന്താവും? V is equal to 1/√of അല്ലെ എന്താണ്
ഇ എം എന്ന് വരും. ഇതാണ് ഇക്വേഷൻ 1/√(EM). ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഈ ഇ എമ്മിന്റെ ഡയമെൻഷൻ എത്രയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു ഇ എമ്മിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പം √EM ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു, ഇത് ന്യൂമറേറ്ററിൽ പോയി. അപ്പൊ ഇത് 1/V ആയി. ഇനി √EM ആണിത്, ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇ എമ്മിനെ കിട്ടും. അപ്പം EM ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്യണം, 1/V². ഇങ്ങനെ വരും. നമുക്കറിയാം വെലോസിറ്റി ആണല്ലോ v. അപ്പൊ ഇതിന് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ, അപ്പം ഡയമെൻഷൻ ഓഫ് ഇ എമ്മിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ Lt⁻⁻1 ആണ്. അപ്പം 1/Lt⁻⁻1. പക്ഷെ അതിന്റെ സ്ക്വയർ വേണം അല്ലെ. അപ്പം ഇത് 1/L² T⁻⁻2 എന്ന് വരും. ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോവാം. അപ്പോഴ് L² വരുമ്പോൾ L² ന്യൂമറേറ്ററിൽ ചെല്ലുമ്പോൾ L⁻⁻2 ആവും. T⁻⁻2 ന്യൂമറേറ്ററിൽ ചെല്ലുമ്പോൾ T⁻+2 ആവും അല്ലെ. ഇങ്ങനെ, അല്ലെങ്കിൽ T⁻2. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ. L⁻⁻2 T⁻⁻2 ഇതാണ് അതിന്റെ ഡയമെൻഷൻ. നമുക്ക് അടുത്തായി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Sun is a natural source of electromagnetic radiation. Question A. Which part of electromagnetic spectrum is termed as heat waves? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഹീറ്റ് വേവ്സ്, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെയാണ് ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ ഇൻഫ്രാ റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ അതിലെ വാട്ടർ മോളിക്യൂൾസ് ഇതിനെ അബ്സോർവ് ചെയ്യും, അവർ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹീറ്റ് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. ഓർത്തോണം, ഇൻഫ്രാ റേഡിയേഷൻ ആണ് ഹീറ്റ് വേവ്സ്. ദെൻ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറെന്റ് ആനിമൽസ് ആർ സെൻസിറ്റീവ് ടു ഡിഫറെന്റ് റേഞ്ചസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഹ്യൂമൻ ഐസ് ആർ സെൻസിറ്റീവ് ടു വിച്ച് പാർട്ട് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ആരെയാണ്? വിസിബിൾ ലൈറ്റിന് അല്ലെ. നമ്മുടെ കണ്ണുകൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഐക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളത്, അതാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സി ക്വസ്റ്റ്യൻ. ഓസോൺ ലെയർ ഈസ് ദി അറ്റ്മോസ്ഫിയർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോർ ലിവിംഗ് ഓർഗാനിസംസ്. വിച്ച് റേഡിയേഷൻ ഈസ് പ്രിവെന്റഡ് ബൈ ഓസോൺ ലെയർ ഫ്രം റീച്ചിങ് എർത്ത് അല്ലെ. അപ്പൊ ഓസോൺ ലെയർ ഏത് റേഡിയേഷൻ എർത്തിൽ വരുന്നതിനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് UV റേസ് അല്ലെ, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് അല്ലെ. ദെൻ ക്വസ്റ്റ്യൻ ഡി. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഈസ് കോസ്ഡ് ബൈ വിച്ച് ഗ്യാസ്? ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായ ഗ്യാസ് ഏതാണ്? CFC അല്ലെ, അല്ലെങ്കിൽ ഫ്രീയോൺ ഗ്യാസ് ഒക്കെ ഇല്ല, അതായത് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന CFC ഒക്കെ കാരണം ഓസോൺ ലെയറിന് ഡിപ്ലീഷൻസ്, വിള്ളലുകൾ ഉണ്ടാകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 11. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ ദി പോസിറ്റീവ് Z ഡയറക്ഷൻ ഡിസ്ക്രൈബ്ഡ് ബൈ. പോസിറ്റീവ് Z ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കാണിക്കുന്ന ഇക്വേഷൻ ഏതാണ്? അതായത് EX = E0 sin kz plus ωt, EX = E0 sin kz minus ωt, EX = E0 sin 2kz, EX = E0 sin kz അല്ലെ. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ട്രാവലിംഗ് വേവ് ആണ്. ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷനിൽ ഒന്നിൽ kz plus ωt എന്നോ kz minus ωt എന്നോ കാണാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് ട്രാവലിംഗ് അല്ലെന്ന് അർത്ഥം. അപ്പൊ ഇത് രണ്ടും ട്രാവലിംഗ് വേവ് അല്ല ആണോ, ഇത് രണ്ടും ട്രാവലിംഗ് വേവ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവന്മാരെ രണ്ടുപേരെ ഞാൻ മാറ്റി. പിന്നെ ഇതിലാരാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? പോസിറ്റീവ് Z ആക്സിൽ ട്രാവൽ ചെയ്യുന്ന വേവ് എന്നാണ്. അതായത് പോസിറ്റീവ് Z ആക്സിലാണെങ്കിൽ ഈ ഇക്വേഷന്റെ നടുക്ക് മൈനസ് വരും, നെഗറ്റീവ് Z ആക്സിലാണെങ്കിൽ ഈ ഇക്വേഷന്റെ നടുക്ക് പ്ലസ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് Z ആക്സ് ആണെങ്കിൽ നമ്മൾ Z ഇവിടെ ഉണ്ട്, അപ്പം ഈ ഇക്വേഷന്റെ നടുക്ക് മൈനസ് ആണെങ്കിൽ അത് പോസിറ്റീവ് Z ആക്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് Z ആക്സിൽ എന്താണ് ട്രാവൽ ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പം അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ബി ആണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പം ഇത് ഇലക്ട്രിക് ഫീൽഡ് EX, X ആക്സിലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് E0. പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ ഈ ബ്രാക്കറ്റ് നോക്കണം. Z എന്നുള്ള ആക്സിസ് ആണ് കിടക്കുന്നത്, അപ്പൊ Z ആക്സിലാണ് ഇത് പോകുന്നത്. ഇനി Y എന്നാണെങ്കിൽ Y ആക്സിലായിരിക്കും ഈ വേവ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ഇതാണ്. വി ഫീൽ എക്സസീവ്
സ്വെറ്റിംഗ് ഓൺ എ ക്ലൗഡി ഡേ. വൈ? അതായത് നമുക്ക് വളരെ സ്വെറ്റിംഗ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ആവി എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ വിയർക്കും എന്തില്, ഒരു ക്ലൗഡി ഡേയിൽ. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ക്ലൗഡി ഡേയിൽ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കൂടുതൽ കവേർഡ് ആയിരിക്കും. അപ്പോൾ സണ്ണിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ട്, അത് എർത്ത് അബ്സോർവ് ചെയ്യും. ആ അബ്സോർവ് ചെയ്ത റേഡിയേഷനെ വീണ്ടും റീറേഡിയേറ്റ് ചെയ്യും. കാരണം ഇൻഫ്രാ റേഡിയേഷൻ എർത്തിൽ വന്ന് വീഴുമ്പോൾ എർത്ത് ചൂടാവും. ചൂട് വസ്തുക്കളിൽ നിന്നൊക്കെ ഇൻഫ്രാ റേഡിയേഷൻസ് ഉണ്ടാവും. പക്ഷേ സണ്ണിൽ എർത്തിൽ നിന്നും വരുന്ന ഇൻഫ്രാ റേഡിയേഷൻ അത്ര വേവ് ലെങ്ത് കാണത്തില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നമുക്ക് എഴുതാം. മാർക്ക് തരും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് എഴുതിയാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കോളത്തിൽ എക്സ്റേസ്, ഇൻഫ്രാ റേഡിയേഷൻസ്, മൈക്രോവേവ്സ്, അൾട്രാവയലറ്റ്. സെക്കൻഡ് കോളത്തിൽ വാട്ടർ പ്യൂരിഫയർ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, റിമോട്ട് സ്വിച്ച്, റഡാർ. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എക്സ്റേക്ക് നേരത്തെ എന്താണ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് നമുക്ക് എഴുതാം അല്ലേ. ഇൻഫ്രാറെഡ് എന്തിനു ഉപയോഗിക്കുന്നു, റിമോട്ട് സ്വിച്ചസിൽ ഉപയോഗിക്കുന്നു. മൈക്രോവേവ് എന്തിൽ ഉപയോഗിക്കുന്നു, റഡാറിൽ യൂസ് ചെയ്യുന്നു. അൾട്രാവയലറ്റ് എന്തിൽ ഉപയോഗിക്കുന്നു, വാട്ടർ പ്യൂരിഫയറിൽ ജേംസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ B is equal to 2 into 10 raised to minus 7 sine 0.5 into 10 raised to 3 x plus 1.5 into 10 raised to 11 t. അത്രയും ടെസ്ല. Then question A. What is the maximum amplitude of this magnetic field? ഈ എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണ്? നമുക്ക് ഇതിന്റെ ജനറൽ ഫോർമുല ഒന്ന് എഴുതാം. B is equal to B0 സൈൻ അല്ലെ, എക്സിനോടൊപ്പം ഇരിക്കുന്ന ആൾ കെ ആയിരിക്കും. അപ്പം കെ എക്സ് പ്ലസ് ടിയോടൊപ്പം ഇരിക്കുന്ന ആൾ ഒമേഗ ആയിരിക്കും. അപ്പൊ ഒമേഗ ടി. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. ഇനി ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇത് B0 ആയിരിക്കും. B0യുടെ പ്ലേസിൽ ഈ ഇക്വേഷൻ കിടക്കുന്നത് 2 into 10 raised to minus 7 ആണ്. അപ്പം B0 is equal to 2 into 10 raised to minus 7 ടെസ്ല. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ മതി. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? വേവ് ലെങ്തും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. നമുക്ക് K is equal, വേവ് നമ്പർ K is equal to 2 pi lambda എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാം. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സ്, അതായത് ഈ ബ്രാക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ എക്സ് ആക്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. എക്സിനോടൊപ്പം ഇരിക്കുന്ന ആൾ കെ ആയിരിക്കും. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ 0.5 into 10 raised to 3 ആണ്. അപ്പൊ 0.5 into 10 raised to 3 is equal to 2 pi lambda. നമുക്ക് വേണ്ടത് വേവ് ലെങ്ത് ലാംഡയാണ്. അപ്പൊ ലാംഡ is equal to 2 pi divided by 0.5 into 10 raised to 3 is equal to അല്ലെ. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ തൽക്കാലം നമുക്ക് എഴുതാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം. ആൻസർ കിട്ടുന്ന ഇതാണ് 12.56 ഇൻറ്റു ഇത് ന്യൂമറേറ്റർ വരുമ്പോൾ 10 raised to minus 3 മീറ്റർ. ഇതാണ് വേവ് ലെങ്ത് അല്ലെ. ഇനി നമുക്ക് അടുത്തത് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പം ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു അല്ലെ, ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഒരു ഇക്വേഷൻ ഇതാണ് ഒമേഗ ബൈ 2. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഒമേഗ ബൈ 2 അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ 2πf എന്ന് പറയുന്ന ഇക്വേഷൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയാൽ ടിയോടൊപ്പം ഇരിക്കുന്ന ആളാണ് ഒമേഗ. അപ്പൊ ഇവിടെ ടിയോടൊപ്പം ഇരിക്കുന്ന ആൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 1.5 into 10 raised to 11 divided by 2π അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് 2.3 into 10 raised to 11 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ. ഇതാണ് ഫ്രീക്വൻസി. ഇനി C question, if this electromagnetic wave move in Z direction, write the equation of its electric field അല്ലെ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് Z ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. C is equal to E0 by
B0. ഇതാണ് അതിന്റെ ഇക്വേഷൻ. സി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁻⁸ m/s. അപ്പൊ E0 കണ്ടുപിടിക്കണം. അപ്പൊ E0 ഈസ് ഈക്വൽ ടു C × B0. സി എന്ന് പറഞ്ഞാൽ 3 × 10⁻⁸ m/s. B0 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ആംപ്ലിറ്റ്യൂഡ് 2 × 10⁻⁷ അല്ലേ? ഇനി അപ്പൊ 3 × 2 6 വരും. 10⁸ 10⁻⁻7 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 × 10 60 എന്ന് കിട്ടി. നമുക്ക് വോൾട്ട് പെർ മീറ്റർ എന്ന് വേണമെങ്കിൽ യൂണിറ്റ് എഴുതാം. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മൾ ഇത് Z ഡയറക്ഷൻ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ X മാറ്റി അങ്ങ് Z ആക്കുക അല്ലെ? ദെൻ അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണെന്ന് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ എടുക്കാം. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് Z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഇതെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എടുക്കുക. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് X ആക്സിലാണെന്ന് വെക്കാം, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Z ആക്സിലാണെന്ന് വെക്കാം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് Y ആക്സിലായിരിക്കും അല്ലെ? അപ്പം EY ഈസ് ഈക്വൽ ടു E0 എന്നാണ്. E0ക്ക് വരെ നമ്മൾ ഇത് എടുക്കുന്നു 60 അല്ലെ? പിന്നെ ബാക്കി നിങ്ങൾ ഇത് അതുപോലെ എഴുതി കൊടുക്കുക. പക്ഷെ എക്സിന് പകരം Z കൊടുക്കണം, കാരണം Z ആക്സിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദെൻ സൈൻ 0.5 × 10⁻³ Z പ്ലസ് 1.5 × 10⁻11 T അല്ലെ? അത്രയും വോൾട്ട് പെർ മീറ്റർ. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുന്ന ഇക്വേഷൻ അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഒന്ന് ചെയ്ത് പഠിക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പൊ ഈ ഇക്വേഷനിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ആക്സിലാണെന്ന് തന്നിട്ടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Z ആക്സിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൃത്യമായിട്ട് പഠിക്കുക, അതിനകത്തിലെ ഓരോ വേവ്സിന്റെ യൂസസ് പഠിക്കുക, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഇക്വേഷൻ പഠിക്കുക ഇല്ലേ? ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എഴുതാതെ പോകരുത്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാതെ വരരുത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കും. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓൾ ദി ബെസ്റ്റ്.